നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിലോട്ട് 250 ഗ്രാം ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 125 ഗ്രാം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം സവാള ഇതേപോലെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1-2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയെടുത്ത ആ സെയിം കപ്പിൽ തന്നെ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് സ്പൂണിന് പകരം കൈവച്ചിട്ട് വേണമെങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ഫുള്ള് ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളം എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 1/2 കപ്പ് വെള്ളം കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചായിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടേണ്ടത്. എണ്ണയിൽ നിന്ന് നമുക്ക് ഇടുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് കിട്ടണം. എനിക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. അപ്പോൾ നമുക്കിനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ സൺഫ്ലവറോ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവറാണ് ചേർത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടുമ്പോഴത്തേനും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സ്നാക്ക് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ വയ്ക്കണം. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുകയാണെങ്കിൽ ഇതാകാം വേവത്തില്ല. അപ്പം ലോ ടു മീഡിയത്തിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.